ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടീ ടൈം സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്നാക്ക് റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് ഗിർമിറ്റ് എന്നാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പൊരിയാണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് പൊരി എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിത് ഫുള്ളായിട്ടും വേണ്ട, ഹാഫ് മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഗിർമിറ്റ് മസാല പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പീസ് ശർക്കര ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ഇവിടെ ഞാനൊരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് മാത്രം വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നേരം കുതിർത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. കുറച്ച് കട്ടിൽ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. പുളി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്നത് സ്വീറ്റ് ടാമറിൻഡോ അല്ലെങ്കിൽ പുതിയ പുളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. അതല്ല പഴയതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് വെള്ളത്തിൽ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടലയുടെ പൊടിയാണ്. ഞാനിവിടെ ഇതുപോലെ മുഴുവനായിട്ടുള്ള പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 സ്പൂണോളം നമുക്ക് വേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. അത് ഇതുപോലെ ഞാൻ എണ്ണയിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മല്ലിയിലാണ്. അതും ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സേവ് വേണം. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് സേവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗിർമിറ്റ് മസാല റെഡിയാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് ഫുള്ളായിട്ട് വേണ്ട, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് പകുതി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് സവാള ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പുളിയുടെ ആ ഒരു റോ ടേസ്റ്റ് പോവാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ശർക്കര കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ പുളിവെള്ളവും ശർക്കരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മസാല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ തിളച്ച് വറ്റിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മസാല നന്നായിട്ട് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം നമുക്ക് ഇത് നമ്മുടെ പൊരിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വൈഡായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്രയും പൊരി എടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത് വെച്ച മസാല ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം മിക്സ് ചെയ്തെടുക്കാം. ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പകുതി മസാല നമ്മുടെ പൊരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സ്പൂൺ
നമ്മുടെ പൊട്ടുകടലയുടെ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർക്കാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊരിയും മസാലയും കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് റെഡ് ചില്ലി പൗഡർ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മസാല കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മസാല ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. മസാല കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ മസാല അത്രയും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല പഫ് റൈസ് അല്ലെങ്കിൽ ഗിർമിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് എരിവും പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഈ മസാല മിക്സ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊരിയൊക്കെ നന്നായിട്ട് തണുത്ത് പോകും, കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മസാല റെഡിയാക്കി വെക്കുക. അതുപോലെ അതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇപ്പോൾ മസാല നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ഈ പൊരി ഇതുപോലെ പ്ലേറ്റിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും മല്ലിയിലയും സവാളയും അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലോ കുറവ് വേണമെങ്കിൽ കുറവോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പിന്നെ സേവും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഗിർമിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇതിൽ പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്ലൈസ് ലെമനും കൂടെ ഇതിന് മേലെ സ്ക്വീസ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. ഇവിടെ മക്കൾ രണ്ടുപേരും വെറുതെ നമ്മൾ സാധാരണ പൊരി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ഭേൽപുരിയായിട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ചീവടായിട്ട്. റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീവട റെഡിയാക്കിയിട്ട് ഞാൻ അതുപോലെ കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗിർമിറ്റ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടു നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സ് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.